ITV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. അനിൽ ആന്റണിക്ക് കൈക്കൂലിയായി 25 ലക്ഷം രൂപ നൽകിയെന്ന് ദല്ലാൽ നന്ദകുമാർ തെളിയിക്കാൻ വെല്ലുവിളിച്ച് അനിൽ. ദല്ലാൽ നന്ദകുമാർ സമൂഹ വിരുദ്ധനെന്നും ആരോപണം. PJ നന്ദകുമാറിന്റെ ആരോപണത്തിൽ പ്രതികരണവുമായി PJ കുര്യൻ. നന്ദകുമാർ തന്നെ വന്നു കണ്ടിരുന്നെന്ന് കുര്യൻ. ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്ന് ഉമാ തോമസ് MLA. അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞ് AK ആന്റണിയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് അനുവദിച്ചു തരില്ലെന്ന് VD സതീശൻ. തെരഞ്ഞെടുപ്പിൽ ഉത്തമരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടും. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ കോൺഗ്രസ് അല്ലാതെ വേറൊരു പാർട്ടിയുമില്ലെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. റമദാൻ വ്രതശുദ്ധിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ. വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്ന ഗവർണറും മുഖ്യമന്ത്രിയും. കേരള സ്റ്റോറി പൂർണ്ണമായും വസ്തുതാ വിരുദ്ധമാണെന്നും കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിലെ ഉപകരണമായി നമ്മൾ മാറരുതെന്നും ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം VP സുഹൈബ് മൗലവി. കുപ്രചാരണങ്ങളിൽ വഞ്ചിതരാകരുതെന്നും മുന്നറിയിപ്പ്. കേരള സ്റ്റോറി ഒരിക്കലും റിയൽ സ്റ്റോറി അല്ലെന്ന് ബിനോയ് വിശ്വം. ഇന്ന് മുസ്ലിങ്ങളാണ് ലക്ഷ്യമെങ്കിൽ നാളെ ക്രിസ്ത്യാനികൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP കളിക്കുന്ന കളിയാണ് കേരള സ്റ്റോറി വിവാദമെന്നും ബിനോയ് വിശ്വം. ന്യൂനപക്ഷങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കണമെങ്കിൽ BJP ഭരണം അവസാനിക്കണമെന്ന ശശി തരൂർ. തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരം UDF-ഉം NDA-യും തമ്മിലെന്നും തരൂർ. കരുവന്നൂരിന് പിന്നാലെ CMRL മാസപ്പടി കേസിലും നടപടി വേഗത്തിലാക്കി ED. ചോദ്യം ചെയ്യലിന് നാളെ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചതായി സ്ഥിരീകരിച്ച് CMRL ജീവനക്കാർ. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട്. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ചത് കോടതി ജീവനക്കാർ. അങ്കമാലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചതെന്നും റിപ്പോർട്ട്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ പുരോഗമിക്കുന്നു. ബാഴ്സലോണയും PSG-യും ഇന്ന് നേർക്കുനേർ. മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നേരിടും. 2 മത്സരങ്ങളും രാത്രി 12:30. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ITVBharat.com സന്ദർശിക്കുക.